ഓരോ ദിവസം വരുന്ന നെഗറ്റീവ് വാർത്തകളാണ്. പിന്നെ ഇന്ത്യൻ മീഡിയയും യൂട്യൂബേഴ്സും അത് വലിയ പോസിറ്റീവ് ആക്കുന്നു. നെഗറ്റീവ് വാർത്തകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്കെതിരെ. ഗ്ലോബൽ മീഡിയ ഇന്ത്യ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു. ഒരു വാർത്തയും വരുന്നില്ല. ചില നെഗറ്റീവ് വാർത്ത വരുന്നത് എന്തുവാ? ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ് പൊളിയുന്നു, അത് പൊളിയുന്നു, ഇത് പൊളിയുന്നു, ഔട്ട്ഫ്ലോ കൂടുന്നു, ആൾക്കാർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇനി അടുത്ത സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം മുമ്പ് പോളണ്ടിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ മനസ്സിലാക്കുക ആദ്യമാണ് പോയി പാകിസ്ഥാനിൽ. ഞാനിതാ പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും മുമ്പും അതിന് ശേഷവും പാകിസ്ഥാനിൽ പോയി അവിടെ കാശ്മീരിന് അനുകൂലമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നേരെ ഇന്ത്യയെ വന്നു. ജയശങ്കർ അയാളുടെ മുമ്പിലെടുത്തി പറഞ്ഞു, അതായത് പോളണ്ട് ഇതേപോലെ പാകിസ്ഥാനെ ടെററിസവുമായി ബന്ധപ്പെടുത്തി എൻകറേജ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കരുത്. തിരിച്ചയാൾ മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തേ? റഷ്യക്ക് യുദ്ധം ചെയ്യാൻ നിങ്ങൾ അവിടുന്ന് ഓയിൽ വാങ്ങി, വടി കൊടുത്ത് അടി മേടിച്ചു. ഈ രാജ്യങ്ങളൊന്നും ഇന്ത്യക്കെതിരെ മിണ്ടത്തില്ലായിരുന്നു. ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്. ഈ ഒരു സമയം, അതായത് ഈ ഡൽഹിയിലെ വിന്റർ തുടങ്ങുന്ന സമയത്ത് ഗ്ലോബൽ ലീഡേഴ്സ് ഇന്ത്യയിൽ വരാനിങ്ങനെ കാത്തു നിൽക്കും. അത്രമാത്രം പവർഫുൾ ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത്. അതാണ് പറഞ്ഞത്, അമേരിക്ക പിണങ്ങിയോ ഇന്ത്യ വട്ടപൂജ്യമാകും. അതുകൊണ്ടാണ് അമേരിക്കൻ ത്രെട്ട് തന്നെയാണ് മുഴുവനും നിർത്തിയ റഷ്യൻ ഓയിൽ. എന്താ നിർത്തിയത്? ബ്രെക്സിന്ന് പിന്മാറി, പേടിച്ച് പിന്മാറി. ഇറാനിലെ ചബാർ പോർട്ട് അത് ഇറാന് കൊടുത്തു. അമേരിക്കയുടെ കൂടെ നിന്നിരുന്ന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ ഉള്ളു, സിമ്പിൾ. ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവനും പാകിസ്ഥാന്റെ കൂടായി. ഓപ്പറേഷൻ സിന്ദൂറിന് കഴിഞ്ഞ ശേഷം, അതിനു മുമ്പ് മോദി അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമസി ബാലൻസ് മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പമായിരുന്നു. ഇവരൊന്നും പാകിസ്ഥാനിൽ പോലും പോയിട്ടില്ല. അപ്പൊ ഈ കഴിഞ്ഞ മോദി നേരത്തെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾ എടുത്തു നോക്കുക, എത്ര ഭരണത്തലവന്മാരാണ് പാകിസ്ഥാനിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നവർ പാകിസ്ഥാൻ അവരുടെ ഡെസ്റ്റിനേഷനായിട്ട് മാറി. ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, പോളണ്ട്, മറ്റു പല രാജ്യങ്ങളും, പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷബാസ് ഷെരീഫ് പല രാജ്യങ്ങളിലും പോവുകയാണ്, ജാപ്പാൻ ഉൾപ്പെടെ. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ രാജ്യദ്രോഹിയല്ല, ഇതാണ് കോളമാക്കിയെന്ന് ഞാൻ പറഞ്ഞത്.